ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മെഹ്താബിന്റെ അധ്യക്ഷതയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിനെതിരെ പ്രതിപക്ഷം ഭരണഘടനാ പകർപ്പുമായി പ്രതിഷേധിച്ചു. സഭാ നടപടികൾക്ക് മുൻപ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും സത്യവാചകം ഏറ്റുചൊല്ലി പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മെഹ്താബ് 11 മണിക്ക് സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി അംഗീകരിച്ചതായി അധ്യക്ഷൻ സഭയെ അറിയിച്ചു. തുടർന്ന് എംപിമാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്ര ദാമോദർ ദാസ് മോദി जो लोकसभा का सदस्य निर्वाचित हुआ हूं ईश्वर की शपथ लेता हूं. 12:20 സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സുരേഷ് ഗോപിയായ ഞാൻ ഇന്ത്യയുടെ പരമാധികാരത്തെ അവിഛിന്നതയെ നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഭരണഘടനയുടെ ചെറുപതിപ്പുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. പ്രതിപക്ഷം സഭയുടെ മര്യാദ പാലിക്കണമെന്ന മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടേത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് മല്ലികാർജുൻ ഖർഗെ തിരിച്ചടിച്ചു. 24 ഡൽഹി. കേരളത്തിൽ നിന്ന് ഡോക്ടർ ശശി തരൂർ ഒഴികെയുള്ള എംപിമാർ വൈകുന്നേരത്തോടെ സത്യപ്രതിജ്ഞ ചെയ്തു. സഭയിൽ പുതുമുഖമായ ഷാഫി പറമ്പിലടക്കം 4 അംഗങ്ങൾ ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ഹൈബി ഈഡനും ഹിന്ദിയിലും പ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ മലയാളത്തിൽ സത്യവാചകം ചൊല്ലി. ഭരണഘടനയുടെ പകർപ്പ് കൈകളിലേന്തിയാണ് 5 പേർ പ്രതിജ്ഞയെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ഏക ഇടതംഗം കെ രാധാകൃഷ്ണൻ മലയാളത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്തു. വിദേശത്തായതിനാൽ ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ കരുത്ത് കാട്ടാനൊരുങ്ങി ഇന്ത്യ സഖ്യം. പ്രോട്ടം സ്പീക്കർ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പ്രതിഷേധം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുമാണ് പ്രതിപക്ഷ തീരുമാനം. ഭരണഘടനയുടെ പകർപ്പുകൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി സഭയിലേക്ക് പ്രവേശിച്ച ഇന്ത്യ സഖ്യം സർക്കാരിനോടുള്ള സമീപനം ആദ്യ ദിനം തന്നെ വ്യക്തമാക്കി. കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞ് പ്രോട്ടേം സ്പീക്കർ കസേരയിലെത്തിയ ഭർതൃഹരി മെഹ്താബാണ് പ്രതിഷേധ ചൂട് ആദ്യമറിഞ്ഞത്. പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള പാനൽ അംഗങ്ങളുടെ പേര് വിളിച്ചതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം ഉയർത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയതോടെ നീറ്റ് വിഷയം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് ഇത്തവണ പ്രതിപക്ഷത്തിനുണ്ടെന്ന് കെ.സി. വേണുഗോപാൽ. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഏത് നിലപാടുകളുമായിട്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയാലും അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമായിട്ടായിരിക്കും ഇപ്രാവശ്യം പോകുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായമായില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. സ്പീക്കർ സ്ഥാനത്തേക്ക് BJPക്ക് മത്സരം ഒഴിവാക്കി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകി ഒരു സമവായത്തിലെത്താൻ BJP തയ്യാറല്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ സഖ്യം ആലോചിച്ച് തീരുമാനമെടുക്കും. സർക്കാരിന്റെ സമീപനം എന്താണെന്ന് നോക്കിയിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ നീറ്റ്, നെറ്റ്, എക്സിറ്റ് പോൾ വിവാദം എന്നിവ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. 24 ഡൽഹി. ഇനി കേരളത്തിലേക്ക്. +1 പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഇന്നും സംസ്ഥാന വ്യാപക പ്രതിഷേധം. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് സർക്കാരിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ചത്. തിരുവനന്തപുരത്തും കൊല്ലത്തും KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. മലപ്പുറത്തും കോഴിക്കോട്ടും വയനാട്ടിലും പ്രതിഷേധമുണ്ടായി. KSU നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. KSU, MSF, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളാണ് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കിയത്. മലപ്പുറത്തും കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിച്ചു. കനത്ത മഴയിൽ പാലക്കാട്, കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരുടെ പ്രതിഷേധം.
തിരുവനന്തപുരത്തും കൊല്ലത്തും KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിസന്ധി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പഠിപ്പുമുടക്ക് സമരമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല വിദ്യാഭ്യാസ ബന്ധുൽ പഠനം നടത്തി മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 സീറ്റ് ലഭിക്കുന്നതുവരെ സമരവുമായി കേരളത്തിന്റെ തെരുവുകളിൽ KSU ഉണ്ടാകുമെന്ന ഊർജ്ജ പ്രഖ്യാപനത്തോടുകൂടി ഇനിയുള്ള സമര പോരാട്ടങ്ങൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനമെന്ന് കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SFI മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. 24 മലപ്പുറം. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷവും മലപ്പുറത്ത് 7478 സീറ്റുകൾ കുറവുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കും. വിഷയത്തിൽ SFI നടത്തുന്ന സമരത്തെ മന്ത്രി പരിഹസിച്ചു. +1 സീറ്റില്ലെന്ന് പറയുമ്പോൾ പോളിടെക്നിക്കൽ സീറ്റില്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധി PK കുഞ്ഞാലിക്കുട്ടിയും അഹമ്മദ് ദേവർകോവിലും നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു. മലപ്പുറം ജില്ലയിലെ സീറ്റുകളുടെ കണക്ക് വ്യക്തമാക്കണമെന്നും സമരം നടത്തുന്ന UDF മാപ്പ് പറയണമെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്. +1 സീറ്റില്ലെന്ന് പറയുമ്പോൾ പോളിടെക്നിക്കൽ സീറ്റില്ലേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു. സർ, ഇവർക്ക് പഠിക്കാൻ +2 സീറ്റില്ലെങ്കിൽ അവർക്ക് വല്ല അൺഎയ്ഡഡിലും പോയാൽ പോരെ? ബഹുമാന വിദ്യാഭ്യാസത്തിൽ ശരിയാണോ? കണക്കുകൾ നിരത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. 82,466 പേരാണ് മലപ്പുറത്ത് +1 അപേക്ഷിച്ചത്. ഇതിൽ 4,358 പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു. 17,298 അപേക്ഷകളാണ് ബാക്കിയുള്ളത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞാലും 7,478 സീറ്റിന്റെ കുറവുണ്ടാകുമെന്ന് മന്ത്രി സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന 70,976 സീറ്റുകളിൽ ആകെ 66,024 വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും 4,952 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്തിട്ടുണ്ട്. SFIയുടെ സമരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കില്ലെന്നാണ് സൂചന. ബദൽ മാർഗങ്ങൾ കണ്ടെത്താനാണ് സർക്കാർ ശ്രമം. 24 തിരുവനന്തപുരം. ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നാളെ അവധിയാണോ എന്ന്. നാളെ ഒരവധിയും പ്രഖ്യാപിച്ചിട്ടില്ല KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. പക്ഷേ അത് അവധി എന്ന തരത്തിലേക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല. അടുത്ത വാർത്തയിലേക്ക്. മഴക്കെടുതിയിൽ ഒരു മരണം. സംസ്ഥാനത്ത് മഴ കനത്തതോടെ വ്യാപക നാശം. ഇടുക്കി നേര്യമംഗലം വില്ലാഞ്ചിറയിൽ കാറിന് മുകളിലേക്ക് വൻ മരം വീണ് ഒരാൾ മരിച്ചു. കൊല്ലം തെന്മല ഒറ്റക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മരം മറിഞ്ഞു. കണ്ണൂരും പാലക്കാട്ടും ആലപ്പുഴയിലും മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിനടുത്ത വില്ലാഞ്ചിറയിലാണ് അപകടം. വൻമരം കടപുഴകി KSRTC ബസിനും കാറിനും മുകളിലേക്ക് വീഴുകയായിരുന്നു. യാത്രക്കാർ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. കാറിലുണ്ടായിരുന്ന ഇടുക്കി പാണ്ടിപ്പാറ സ്വദേശി ജോസാണ് മരിച്ചത്. മൃതദേഹം കോതമംഗലം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. തൊട്ടുമുമ്പ് ഇതേ സ്ഥലത്ത് മറ്റൊരു മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വീടിനു മുകളിലേക്ക് തെങ്ങുവീണ് 6 വയസ്സുകാരന് പരിക്കേറ്റു. നരയംകുന്നത്ത് ജുബീഷിന്റെ വീടിനു മുകളിലേക്കാണ് തെങ്ങുമറിഞ്ഞത്. കണ്ണൂർ കുണ്ടേരിയിലെ ഇടശ്ശേരിയിലും വീടിനു മുകളിൽ തെങ്ങുവീണ് ഒരാൾക്ക് പരിക്കേറ്റു. കൊല്ലം തെന്മല ഒറ്റക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിടത്തിനു മുകളിലേക്ക് ഭാഗികമായാണ് മരം വീണത്. ക്ലാസ് നടക്കുമ്പോഴായിരുന്നു സംഭവം. കരുനാഗപ്പള്ളിയിൽ മരം വീണ് വാഹനം തകർന്നു. പാലക്കാട് അട്ടപ്പാടി ചിറ്റൂർ ഷോളയൂർ റോഡിൽ ഇരുചക്രവാഹനമാണ് കടപുഴകിയ മരത്തിന് അടിയിൽപ്പെട്ടത്. യാത്രക്കാരന് പരിക്കേറ്റു. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലും എടത്വയിലും മരം വീണ് അപകടമുണ്ടായി. എടത്വയിൽ തൊഴുത്തിനു മുകളിലേക്കാണ് മരം വീണത്. തലവടി വരിക്കോലി വീട്ടിൽ പ്രസന്നന്റെ പശുവിന് ഗുരുതരമായി പരുക്കേറ്റു. പുറക്കോട് മുതിരപ്പറമ്പിൽ മരം വീണ് വീടിന്റെ ഭിത്തിക്ക് പൊട്ടലുണ്ടായി. ന്യൂസ് ഡെസ്ക് 24. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് 4 ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളത്ത് ഓറഞ്ച് അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കൂടുതൽ തെളിവുകൾ. പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ചോദ്യപേപ്പർ കവറുകൾ നേരത്തെ പൊട്ടിച്ചുവെന്നാണ് സംശയം. നീറ്റ് ക്രമക്കേടിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പരീക്ഷാ ക്രമക്കേടിൽ ED അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കും. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നടത്തുന്ന അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായത്. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറുകളുടെ ഫോറൻസിക് പരിശോധനയിൽ യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. ഏതാണ്ട് 68 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറിന് സമാനം. പരീക്ഷാ ചോദ്യപേപ്പറിലെയും കണ്ടെടുത്ത ചോദ്യപേപ്പറിലും സീരിയൽ നമ്പറുകൾ ഒന്നായിരുന്നു. ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന കവറുകൾ ശരിയായ മാതൃകയിലല്ല പൊട്ടിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇന്ന് പട്നയിലെത്തുന്ന CBI സംഘം ഇതുവരെ അറസ്റ്റിലായ 18 പ്രതികളെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഡൽഹിയിലായിരിക്കും നടക്കുക. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് NSUI ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസിൽ മഹാരാഷ്ട്രയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. സംശയാസ്പദമായ സന്ദേശങ്ങളും പണമിടപാടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് ATS അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണത്തിനായി ലാത്തൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേർന്നേക്കും. 24 ഡൽഹി. ടൂറിസം വകുപ്പിനെയും മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും നിയമസഭയിൽ വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. കഴക്കൂട്ടം മണ്ഡലത്തിലെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. ഇതിന് പിന്നിൽ നിക്ഷിപ്ത താത്പര്യമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ടൂറിസം വകുപ്പ് മുഖവിലക്കെടുക്കുന്നില്ല എന്ന കടുത്ത വിമർശനവും ഉണ്ടായി. ആരോപണങ്ങൾക്ക് ഓരോന്നിനും മറുപടി പറയാതെ പൊതുവായ മറുപടിയാണ് മന്ത്രി നൽകിയത്. കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ട് പോകുമെന്ന് മന്ത്രി പറഞ്ഞു. മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിനെയും നേരത്തെ കടകംപള്ളി വിമർശിച്ചിരുന്നു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. മുതലപ്പുഴ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാർ ജീവനക്കാർക്കുള്ള ജീവാനന്ദം പദ്ധതിക്കെതിരായ വിമർശനങ്ങൾക്ക് ധനമന്ത്രി സഭയിൽ മറുപടി നൽകി. OR കേളു മന്ത്രിസഭയിലെത്തിയതോടെ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിൽ മാറ്റം വന്നു. മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടമരണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ സർക്കാർ ഇടപെടണമെന്ന് നോട്ടീസ് നൽകിയ M. വിൻസെന്റ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സർക്കാരിന് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ പോലെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ വേറെയുണ്ടോ സാർ? മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നും മുന്നറിയിപ്പുകൾ മത്സ്യത്തൊഴിലാളികൾ അവഗണിക്കുന്നതാണ് അപകടത്തിന് കാരണമെന്നും മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത് മൂലം അപകടം സംഭവിക്കും. 8 വർഷത്തിനിടെ 74 മരണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അദാനി കമ്പനിയുമായി ഒത്തുകളിയെന്നും ആരോപണം. ഒരു നടപടിയും അദാനി ഗ്രൂപ്പിനെതിരായി അദാനി പോർട്ടിനെതിരായി ചെയ്യാതെ നിങ്ങൾ അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്നും ഇപ്പോഴേ വിമർശനം ഉന്നയിക്കുന്നത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കും പോലെയാണെന്നും ചോദ്യോത്തരവേളയിൽ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. OR കേളു മന്ത്രിസഭയിലെത്തിയതോടെ നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടത്തിന്റെ ക്രമം മാറി. ധനമന്ത്രി KN ബാലഗോപാൽ K. രാധാകൃഷ്ണൻ എന്ന സീറ്റിൽ രണ്ടാമനായി. റവന്യൂ മന്ത്രി K. രാജനാണ് മൂന്നാമൻ. രണ്ടാം നിരയിൽ മന്ത്രി J. ചിഞ്ചുറാണിക്കൊപ്പമാണ് OR കേളുവിന് സീറ്റ്. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിവിധ പാർട്ടികൾക്കുള്ളിൽ വിമർശനങ്ങൾ വിലയിരുത്തലുകൾ തുടരുകയാണ്. ആ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരൻ മുഖ്യമന്ത്രി എന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ. പാലായിൽ നവകേരള സദസ്സിനിടെ തന്നെ ശകാരിച്ചത് ഉൾപ്പെടെ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് M സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് തോമസ് ചാഴികാടൻ വിമർശനം ഉന്നയിച്ചത്. UDF തരംഗത്തിൽ കോട്ടയത്തും LDFന് അടിപതറിയെന്നായിരുന്നു കേരള കോൺഗ്രസ് M ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പാലായിൽ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ ശകാരിച്ചത് കൂടുതൽ തിരിച്ചടിയായെന്നാണ് ചാഴികാടന്റെ പരാതി. ഉറപ്പായും ലഭിക്കുമായിരുന്ന വോട്ടുകൾ ഇതിലൂടെ ഇല്ലാതാക്കി. CPM വോട്ടുകൾ എവിടെ പോയെന്ന് അന്വേഷിക്കണമെന്നും തോമസ് ചാഴികാടൻ ആവശ്യപ്പെട്ടു. LDFൽ ഇക്കാര്യം അവതരിപ്പിക്കണമെന്നും വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കണമെന്നും മറ്റു ചില നേതാക്കളും അഭിപ്രായപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടെന്ന നിലപാടാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സ്വീകരിച്ചത്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് CPM വിട്ടു നൽകിയ സാഹചര്യത്തിൽ
പാർട്ടിക്കുള്ളിലുണ്ടായ ഈ വിമർശനങ്ങൾ LDF-ൽ ഉന്നയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPIM സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി കൂടുതൽ ജില്ലാ കമ്മിറ്റികൾ. EP ജയരാജന്റെ BJP അനുകൂല പ്രസ്താവനകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. AK ബാലനെതിരെയായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലെ പൊതുവികാരം. കാസർഗോഡ് KK ശൈലജയും EP ജയരാജനും പങ്കെടുത്ത യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ നേതാക്കൾക്കെതിരെ തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് BJP സ്ഥാനാർത്ഥികളുടെ മികവിനെക്കുറിച്ചടക്കം EP ജയരാജൻ നടത്തിയ പ്രസ്താവനകൾ തിരിച്ചടിയായി. പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വോട്ടെടുപ്പ് ദിവസത്തെ പ്രസ്താവനയും വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിച്ചു. ക്ഷേമ പെൻഷനുകൾ നൽകാതിരുന്നതിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ശക്തമായിരുന്ന സർക്കാർ വിരുദ്ധ വികാരം കാണാതെ പോയെന്നും വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായതായും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പല പ്രസ്താവനകളുമെന്നായിരുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആക്ഷേപം. വീണ വിജയന്റെ വിഷയത്തിലടക്കം AK ബാലന്റെ പ്രസ്താവനകൾ അനവസരത്തിലായി. ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന് പ്രവർത്തകരോട് പരസ്യമായി ആവശ്യപ്പെട്ടതും തിരിച്ചടിച്ചു. നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയുമാണ് PB അംഗത്തെ മത്സരിപ്പിച്ചിട്ടും തോൽക്കാൻ കാരണമായതെന്നും ആരോപണമുയർന്നു. മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ രീതിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ട് കാര്യമില്ലെന്നും ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകി. 24 കാസർഗോഡ്, പാലക്കാട്. രമേശ് ചെന്നിത്തലയുടെ പിണക്കം മാറ്റാൻ മുൻകൈയെടുത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത്. UDF യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കാത്തതോടെയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള എതിർപ്പ് പരസ്യമായത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയത്. പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ച ശേഷമാണ് നിയമസഭയിലേക്ക് പോയത്. സന്ദർശനത്തിൽ രമേശ് ചെന്നിത്തലയും തൃപ്തനാണെന്നാണ് വിവരം. രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിച്ച കൂടിക്കാഴ്ച പിന്നീട് പ്രതിപക്ഷ നേതാവ് സ്ഥിരീകരിച്ചു. രമേശ് ചെന്നിത്തലയുമായുള്ളത് സഹോദര ബന്ധമാണെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചെന്നും പ്രതിപക്ഷ നേതാവ്. ഞങ്ങളൊക്കെ തമ്മിലുള്ളത് സഹോദര ബന്ധമാണ്, ഹൃദയബന്ധമാണുള്ളത്. KPCC യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഒരു അഭിപ്രായ വ്യത്യാസവും തമ്മിൽ ഉണ്ടാകരുത്, ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. CPM പോലെയല്ല. ഇരുവരും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ മറനീക്കി പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം നടന്ന UDF യോഗത്തിന് പിന്നാലെയാണ്. യോഗത്തിൽ രമേശ് ചെന്നിത്തലയെ സംസാരിക്കാൻ ക്ഷണിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെയാണ് ചെന്നിത്തല മടങ്ങിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നതിന് മുൻപ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനം. 24 തിരുവനന്തപുരം. ഇനി ഇന്ന് സംഭവിച്ച മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്നാക്കണമെന്ന പ്രമേയം നിയമസഭ പാസാക്കി. പ്രമേയം ഐകകണ്ഠേനയാണ് നിയമസഭ പാസാക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തൃശൂർ മാള സർവീസ് സഹകരണ ബാങ്കിൽ കരുവന്നൂർ മോഡൽ തട്ടിപ്പ്. 10 കോടി രൂപയുടെ ക്രമക്കേടെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തൽ. നഷ്ടമായ തുക ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കാൻ നടപടി തുടങ്ങി. എറണാകുളം പനങ്ങാട്ട് സ്വകാര്യ ബസ് മീഡിയനിൽ ഇടിച്ച് മറിഞ്ഞത് അമിത വേഗം കാരണമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. ഡ്രൈവർ ക്ഷീണിതനായിരുന്നു. ബസ്സിന് പിറകിലെ ടയറിന് തേയ്മാനമുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ കണ്ടെത്തൽ. തൃശൂർ ഒല്ലൂരിൽ ട്രെയിൻ തട്ടി റെയിൽവേ ജീവനക്കാരൻ മരിച്ചു. കീമാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന KS ഉത്തമനാണ് മരിച്ചത്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. യമനിലെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടിയുള്ള ശ്രമം ഊർജിതം. പ്രാരംഭ ചർച്ചകൾക്ക് ആവശ്യമായ $40,000 ആക്ഷൻ കൗൺസിൽ സമാഹരിച്ചു. തുക ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ട് വഴി യമനിലെ അഭിഭാഷകന് കൈമാറും. തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്ത് മലയിൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിൽ നിന്ന് ഇന്ധനം മാറ്റാൻ വൈകുന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം. അപകടമുണ്ടായി 14 മണിക്കൂർ പിന്നിട്ടു. ചോർച്ച പരിഹരിച്ചെങ്കിലും ടാങ്കർ ഉയർത്താൻ ക്രെയിൻ കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പുലർച്ചെ മുതൽ പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങളാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് കിളിമാനൂർ തട്ടത്തുമലയിൽ ടാങ്കർ ലോറി മറിഞ്ഞത്. ശക്തമായ മഴയിൽ നിയന്ത്രണം വിട്ട ലോറി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. സമീപത്തെ വീടുകളിൽ തീ കത്തിക്കരുതെന്നും കർശന മുന്നറിയിപ്പ്. താഴെ ഒരു തോടാണുള്ളത്. തോട്ടിൽ കൂടെ താഴോട്ട് ഇത് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിന് താഴെ ഹോട്ടലുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലുകളിലൊക്കെ വേണ്ട സുരക്ഷാ നിർദ്ദേശം കൊടുത്തു. അവർ തൽക്കാലം ഇത് അപകടാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എല്ലാം ഹോട്ടലുകളുടെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ടാങ്കർ മറിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇന്ധനം മാറ്റാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. ഇതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും പ്രതിഷേധിച്ചു.
ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വൈദ്യുതി ഇല്ല. മാത്രമല്ല ആളുകൾക്ക് പാചകം നടത്തി വിശപ്പടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും IOC ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 24 തിരുവനന്തപുരം. വയനാട് കേണിച്ചിറയിൽ പിടികൂടിയ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് വനം വകുപ്പ്. കാട്ടിൽ തുറന്നുവിടാൻ കഴിയില്ല. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാനാണ് നീക്കം. അതിനിടെ ഇടുക്കി മറയൂർ കാന്തല്ലൂരിൽ കാട്ടാനകൾ സ്കൂൾ കമ്പൗണ്ടിൽ എത്തിയതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. കേണിച്ചിറയിൽ വീടുകളിൽ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കളെ കൊന്നുതിന്ന കടുവയാണ് ഇന്നലെ വനംവകുപ്പിന്റെ കൂട്ടിലായത്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി. താഴെനിരയിലെ 2 പല്ലുകളില്ല. കാട്ടിൽ ഇര തേടാൻ കഴിയാത്തതിനാലാകണം നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയത്. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാനാണ് നീക്കം. മറ്റു ജില്ലകളിലും വന്യമൃഗശല്യം രൂക്ഷമായി തുടരുകയാണ്. മറയൂർ കാന്തല്ലൂരിൽ ഭീതി പരത്തി കാട്ടാനകൾ സ്കൂൾ കോമ്പൗണ്ടിലെത്തി. ഇന്നലെ രാത്രിയാണ് കാന്തല്ലൂർ എയ്ഡഡ് LP സ്കൂൾ കോമ്പൗണ്ടിൽ 2 കൊമ്പനാനകൾ എത്തിയത്. സ്കൂൾ കോമ്പൗണ്ടിലെ കൃഷിയും ചെടികളും നശിപ്പിച്ചു. ചുറ്റുമതിലും ഗേറ്റും തകർത്ത ശേഷം പുലർച്ചെയാണ് ആനകൾ പിൻവാങ്ങിയത്. അട്ടപ്പാടി പുലിയപ്പതിയിൽ നിന്ന് അവശനിലയിൽ ധോണിയിലെത്തിച്ച പുലി ആരോഗ്യം വീണ്ടെടുത്തു. തനിയെ ആഹാരം കഴിച്ചു തുടങ്ങി. ആളിപ്പോൾ തന്നെ നമ്മളുമായിട്ട് വളരെ, ഇപ്പോൾ നിങ്ങൾ ചെന്നപ്പോഴും ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ മനുഷ്യന്മാരെ കണ്ടാൽ ആൾ വളരെ സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഒരു പഴയ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വളരെ ഹാർഷായിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. കടുവയുടെ ആക്രമണത്തിലാണ് പുലിക്ക് പരുക്കേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച CRPF ജവാൻ വിഷ്ണുവിന്റെ മൃതദേഹം നാളെ പുലർച്ചെ നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം നന്ദിയോട് പൊട്ടൻചിറ സ്വദേശിയായ വിഷ്ണുവിന്റെ വിയോഗവാർത്ത നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തി. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ കുഴിബോംബ് പൊട്ടി വിഷ്ണു ഉൾപ്പെടെ 2 ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. പുതുതായി വാങ്ങിയ വീടിന്റെ പാലുകാച്ചിന് 1.5 മാസം മുൻപാണ് വിഷ്ണു നാട്ടിൽ വന്ന് മടങ്ങിയത്. വിയോഗവാർത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കുഴിബോംബ് പൊട്ടി ട്രക്ക് തകരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപും വിഷ്ണു ബന്ധുക്കളെ ഫോണിൽ വിളിച്ചിരുന്നു. വിഷ്ണു ഈ ഭാഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിലാണ്. വളരെ കാര്യമായിട്ട് വിഷ്ണു മരിച്ചത് തന്നെ ആർക്കും വിശ്വസിക്കാനും പറ്റുള്ളൂ, ഉൾക്കൊള്ളാനും പറ്റുന്നത്. അത്ര ഒരു ഈ സമൂഹം മൊത്തം ദുഃഖവും ദുരിതവും വേദനയുമായിട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അത്ര വലിയ ഒരു നല്ല നിറഞ്ഞ സാന്നിധ്യമുള്ള ഒരു പയ്യനായിരുന്നു. അവസാനം ഒരു മാസം ആയി ഒരു വീടിന്റെ പാലിയാച്ച കഴിഞ്ഞിട്ട് പോയുള്ളൂ. കുഞ്ഞുനാൾ മുതൽ വിഷ്ണുവിന്റെ ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരണമെന്ന്. 10 വർഷം CRPFൽ സേവനം. ആദ്യം കാശ്മീരിലായിരുന്നു, പിന്നീട് ജാർഖണ്ഡിൽ. 2 വർഷം മുൻപാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് പ്രശ്നബാധിത മേഖലകളിലെത്തിയത്. G രഘുവരൻ അജിത ദമ്പതികളുടെ മകനാണ്. ഭാര്യ നിഖില തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ നഴ്സാണ്. 7ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. നാളെ പുലർച്ചെ 1:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം പള്ളിപ്പുറം CRPF അധികൃതർ ഏറ്റുവാങ്ങും. രാവിലെ പൊതുദർശനം. പാലോടുള്ള പൊതുശ്മശാനത്തിലായിരിക്കും സംസ്കാരം. 24 തിരുവനന്തപുരം. മുൻമന്ത്രി K രാധാകൃഷ്ണനെ സ്നേഹാദരത്തോടെ ആശ്ലേഷിക്കുന്ന ചിത്രത്തിൽ ജാതി കലർത്തുന്നത് പക്വതയില്ലായ്മയെന്ന് തുറമുഖ കമ്പനി MD ദിവ്യ S. അയ്യർ. സ്വാഭാവികമായി മനുഷ്യന് തോന്നുന്ന സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. ബന്ധുക്കൾക്ക് എന്തിനാണ് പ്രോട്ടോകോൾ എന്നും ദിവ്യ S. അയ്യർ ചോദിക്കുന്നു. വളരെ പക്വതയില്ലാത്ത ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ ഒരു വിശകലനമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അതൊന്ന് എന്താ പറയുക, വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യന് തോന്നുന്ന രീതിയിൽ പ്രകടിപ്പിച്ചു എന്നുള്ളത് മാത്രമാണുള്ളത്. സ്പോർട്സ് വാർത്തയിലേക്കാണ്. ഇനി കാൽപന്തോളം. കൊയ്റോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കൊയ്റോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇന്ന് ഇറ്റലി ക്രൊയേഷ്യ വമ്പൻ പോരാട്ടം. രാത്രി 12:30 മത്സരം. ഇതേ സമയത്ത് നടക്കുന്ന മറ്റൊരു കളിയിൽ സ്പെയിൻ അൽബേനിയയെ നേരിടും. മരണ ഗ്രൂപ്പിൽ നിന്ന് കരകയറാൻ മരണപ്പോരിന് ക്രൊയേഷ്യയും ഇറ്റലിയും. ഇരു ടീമുകളെയും തോൽപ്പിച്ച സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ എത്തിക്കഴിഞ്ഞു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് അവസാന 16-ലെത്തുന്ന 2ാം ടീമാകാനാണ് ഈ പെരും പോരാട്ടം. സ്പെയിനോട് തോൽക്കുകയും അൽബേനിയയോട് സമനിലയിൽ കുരുങ്ങുകയും ചെയ്ത ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയെ ജയത്തിൽ കുറഞ്ഞതൊന്നും രക്ഷിക്കില്ല. ഒറ്റ പോയിന്റുമായി ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ക്രോട്ടുകൾ. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്കുള്ളത് 3 പോയിന്റ്. അൽബേനിയക്കെതിരെ ജയിച്ച ഇറ്റലി സ്പെയിനെതിരെ സെൽഫ് ഗോളിലാണ് വീണത്. നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ
ക്രൊയേഷ്യയുടെ വയസ്സൻ പടയ്ക്കെതിരെ ഇറ്റലിയുടെ യുവനിരയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. അൽബേനിയയ്ക്കെതിരെ സ്പെയിൻ ജയിക്കുകയോ അല്ലെങ്കിൽ മത്സരം സമനിലയിലാവുകയോ ചെയ്താൽ ക്രൊയേഷ്യക്കെതിരെ തോൽക്കാതിരുന്നാൽ മതി ഇറ്റലിക്ക് പ്രീ ക്വാർട്ടറിലെത്താൻ. ഗ്രൂപ്പിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ അൽബേനിയയ്ക്കെതിരെ ബൂട്ട് കെട്ടുന്നത്. പ്രീ ക്വാർട്ടറിന് മുമ്പ് ഇതുവരെ പരീക്ഷിക്കാത്തവരെ കളത്തിലിറക്കാനുള്ള അവസരം കൂടിയാണ് സ്പെയിനിത്. അതേസമയം സ്പെയിനെ അട്ടിമറിച്ചാൽ അൽബേനിയയ്ക്കും പ്രീ ക്വാർട്ടർ സാധ്യത നിലനിർത്താം. സ്പോർട്സ് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ച മറ്റു ചില വാർത്തകൾ കൂടി ചുരുക്കത്തിൽ. തമിഴ്നാട് കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 58ആയി. കേസിൽ 2 പേരെ കൂടി CBCID അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സംഗമം നടത്തി. BJP നേതാക്കൾ ഗവർണറെ കണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് അർദ്ധരാത്രി മുതൽ മിൽമ ട്രേഡ് യൂണിയനുകൾ നടത്താൻ തീരുമാനിച്ച പണിമുടക്ക് പിൻവലിച്ചു. അഡീഷണൽ ലേബർ കമ്മീഷനുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം. ജൂലൈ 15-നുള്ളിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് കമ്മീഷണറുടെ ഉറപ്പ്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കർണാടക കുടക് സ്വദേശി PA സലിം 1-ാം പ്രതിയും സലിമിന്റെ സഹോദരി സുവൈബ 2-ാം പ്രതിയുമാണ്. 300 പേജുള്ള കുറ്റപത്രത്തിൽ പ്രതിയുടെ DNA പരിശോധനാ ഫലം അടക്കമുള്ള 42 ശാസ്ത്രീയ തെളിവുകളും. റഷ്യയിലെ ഡാഗസ്താനിൽ സിനഗോഗുകൾക്കും പള്ളികൾക്കും നേരെയുണ്ടായ ആക്രമണത്തിൽ 15-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. തീവ്രവാദ സംഘടനയുടെ ആക്രമണത്തിൽ ഒരു വൈദികനും സുരക്ഷാ ജീവനക്കാരനും ഉൾപ്പെടെ 5 പേർക്കും ജീവൻ നഷ്ടമായി. ഇന്ന് സംഭവിച്ചത് ഇവിടെ അവസാനിക്കുന്നു. ഇനി